നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും കൺമുന്നിൽ കാണാൻ പോലും ഭയമുള്ള ജീവികളാണ് പാമ്പുകൾ. അതിൽ തന്നെ കൂറ്റൻ പെരുമ്പാമ്പുകളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ പലരും പേടിച്ചോടാറുണ്ട്. എന്നാൽ ഇതേ പെരുമ്പാമ്പുകൾ ഒരു വ്യവസായം എന്നോണം ഫാമുകളിൽ വളർത്തി അവയുടെ മാംസവും വിലയേറിയ തൊലിയും വിൽപ്പന നടത്തി കോടിക്കണക്കിന് രൂപ വരുമാനം നേടുന്ന രാജ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചൈന ഉൾപ്പെടെയുള്ള ചില വിദേശ രാജ്യങ്ങളിൽ വളരെ സജീവമായി നടക്കുന്ന പെരുമ്പാമ്പ് വളർത്തൽ കേന്ദ്രങ്ങളിലെ അത്ഭുതപ്പെടുത്തുന്ന വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത്. വെൽക്കം ടു ഫ്രിഞ്ച് ഫയൽസ്. പ്രകൃതിയിലെ ഏറ്റവും മികച്ച വേട്ടക്കാരായ ഈ ജീവികൾ ഇരകളെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് കൊല്ലാറുള്ളത്. ലോകത്താകെ 40ഓളം വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട പെരുമ്പാമ്പുകൾ ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. എങ്കിലും ഇറച്ചിക്കും തുകൽ വ്യവസായത്തുമായി പ്രധാനമായും ബർമീസ് പൈത്തൺ, റെറ്റിക്കുലേഡ് പൈത്തൺ എന്നീ രണ്ടിനങ്ങളെയാണ് ഫാമുകളിൽ വളർത്തിയെടുക്കുന്നത്. ചൈന, ഇന്തോനേഷ്യ, വിയറ്റ്നാം, തായ്ലൻഡ് കൂടാതെ ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ 20ലധികം രാജ്യങ്ങളിൽ ഇത്തരം ഫാമുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ചൈന തന്നെയാണ്. ചൈനയിലെ തെക്കൻ പ്രവിശ്യകളിലാണ് ഈ ബിസിനസിന്റെ പ്രധാന കേന്ദ്രങ്ങളായ ആയിരക്കണക്കിന് ബ്രീഡിംഗ് ഫാമുകൾ കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് പെരുമ്പാമ്പുകൾക്ക് വിപണിയിൽ ഇത്രയധികം വില ലഭിക്കുന്നത് എന്നൊരു സംശയം പലർക്കും തോന്നാം. ഇവയുടെ മാംസവും കൊഴുപ്പും ഭക്ഷണ ആവശ്യങ്ങൾക്കും പരമ്പരാഗത ചികിത്സയ്ക്കും ഉപയോഗിക്കാറുണ്ടെങ്കിലും ഏറ്റവും വലിയ വരുമാന മാർഗം ഇവയുടെ മനോഹരമായ തൊലിയാണ്. പെരുമ്പാമ്പിന്റെ തുകലിന്റെ മൃദുത്വവും അതുല്യമായ ചെതുമ്പൽ പാറ്റേണുകളും അന്താരാഷ്ട്ര ഫാഷൻ വിപണിയിൽ വലിയ സ്വീകാര്യതയാണ് നേടിക്കൊടുക്കുന്നത്. ലോക പ്രശസ്തമായ ലക്ഷറി ഫാഷൻ ബ്രാൻഡുകൾ നിർമ്മിക്കുന്ന ബാഗുകൾക്കും മറ്റ് ഉൽപ്പന്നങ്ങൾക്കും കോടിക്കണക്കിന് രൂപയാണ് വില വരുന്നത്. ഈ ഫാമുകളിൽ പാമ്പുകളുടെ ജനനം മുതൽ അവയുടെ തുകലും മാംസവും വേർതിരിച്ചെടുക്കുന്നത് വരെയുള്ള പ്രക്രിയകൾ വളരെ കൃത്യതയോടെയാണ് നടക്കുന്നത്. ഒരു പെൺപാമ്പ് മുട്ടയിടുന്നതോടെയാണ് ഈ പ്രക്രിയ ആരംഭിക്കുന്നത്. മുട്ടയിടാൻ പാകമാകുമ്പോൾ ഇവയെ പ്രത്യേക കൂടുകളിലേക്ക് മാറ്റുകയും ഒരു തവണ 20 മുതൽ 100ലധികം മുട്ടകൾ വരെ ഇവ ഇടുകയും ചെയ്യാറുണ്ട്. മുട്ടകൾ കേടുപാടുകൾ കൂടാതെ വിരിയിച്ചെടുക്കാൻ കൃത്യമായ താപനിലയും ഈർപ്പവും നൽകി പ്രത്യേക ട്രേകളിലാണ് കർഷകർ ഇവ സൂക്ഷിക്കുന്നത്. ഏകദേശം 50 മുതൽ 70 ദിവസങ്ങൾക്കുള്ളിൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരും. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ ഇവ ആഹാരമൊന്നും കഴിക്കാറില്ല. പിന്നീട് ചെറിയ എലിക്കുഞ്ഞുങ്ങളെയോ കോഴിക്കുഞ്ഞുങ്ങളെയോ ഒക്കെ പ്രത്യേക തീറ്റയായി നൽകി തുടങ്ങും. വളരെ വേഗത്തിൽ വളരുന്ന ഈ ജീവികൾ 1.5 മുതൽ 3 വർഷത്തിനുള്ളിൽ തന്നെ പൂർണ്ണ വളർച്ചയെത്തുകയും വിപണിയിലേക്ക് മാറ്റാൻ പാകമാവുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ ഇവയ്ക്ക് ശരീരഭാരത്തിന് അനുസൃതമായി വലിയ അളവിൽ ആഹാരം നൽകേണ്ടതുണ്ട്. പൂർണ്ണ വളർച്ചയെത്തിയ പാമ്പുകൾക്ക് 8 മുതൽ 12 അടി വരെ നീളവും വലിയ ഭാരവും ഉണ്ടാകും. തുടർന്ന് ഇവയെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് തുകലിന് യാതൊരുവിധ കേടുപാടുകളും വരുത്താതെ മാംസത്തിൽ നിന്നും തോൽ വേർതിരിച്ചെടുക്കുന്നു. ഒരു ചെറിയ പോറൽ പോലും തുകലിന്റെ വിപണി മൂല്യം വലിയ തോതിൽ കുറയ്ക്കാൻ കാരണമാകും. ഇവയുടെ മാംസത്തിന് വിദേശ വിപണിയിൽ നല്ല വില ലഭിക്കാറുണ്ട്. അതുപോലെ ഇവയുടെ ശരീരത്തിലെ കൊഴുപ്പ് മസാജ് ഓയിലുകൾക്കായും ചർമ്മ രോഗങ്ങൾക്കുമുള്ള മരുന്നുകൾക്കായും ഉപയോഗിക്കാറുണ്ട്. ശേഖരിക്കുന്ന തുകൽ കേടുവരാതിരിക്കാൻ ഉപ്പിലിട്ട് വെക്കുകയും പിന്നീട് ടാനിങ്, ഡെയ്നിങ് തുടങ്ങിയ വിവിധ ശാസ്ത്രീയ പ്രക്രിയയിലൂടെയും കടത്തിവിട്ട് കൂടുതൽ ബലമുള്ളതും തിളക്കമുള്ളതുമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഗുണനിലവാരം അനുസരിച്ച് ഗ്രേഡ് തിരിക്കുന്ന ഈ ലെതറുകൾ പിന്നീട് ഇറ്റലി, ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ ലോകത്തിലെ മുൻനിര ഫാഷൻ നഗരങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്തരം ഫാമുകൾക്ക് അനുമതി ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുമോ എന്ന് ചിന്തിച്ചു നോക്കൂ. കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തു വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.